അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. ഈ ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്ക് ആ വിശ്വാസമില്ല. ഞാൻ P. ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെയും ADGP AR അജിത് കുമാറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കുകയും PV അൻവറിനെ തള്ളുകയും ചെയ്തതോടെ അനിശ്ചിതത്വത്തിലാകുന്നത് നിലമ്പൂരിലെ LDF സ്വതന്ത്ര MLAയുടെ രാഷ്ട്രീയ ഭാവിയാണ്. ഇടതുപാളയത്തിൽ ഇനിയും അൻവറിന് മത്സരിക്കാനാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരായ കേസുകളിൽ കുരുക്കുമുറുകാനും സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന അൻവറിൻ്റെ അടുത്ത നീക്കം എന്താകുമെന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഇടതുപാളയത്തിൽ നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച PV അൻവർ MLAയ്ക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന പരോക്ഷ സൂചന നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണോ അൻവറിൻ്റെ ആരോപണങ്ങളെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം തള്ളിക്കളയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം, എൻ്റെ തലയിൽ വെക്കേണ്ട എന്ന മറുപടിയിലൂടെ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് അൻവറിനെ സംശയമുനയിൽ നിർത്തുകയാണ് മുഖ്യമന്ത്രി. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. എങ്ങനെ പോലീസ് പിടിക്കുന്നത്? പോലീസിന് ഇൻഫർമേഷൻ വരുന്നു, ഇങ്ങനെ ഒരാൾ സ്വർണമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച്, രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീവ്. ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് നിയമം പറയുന്നത്. കാരണം ഇത് പിടിക്കേണ്ടത് ആരാ? പിടിക്കേണ്ടത് കസ്റ്റംസ് ആണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ വീണ്ടും കടന്നാക്രമിച്ചു PV അൻവർ. ശശി സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളിൽ നിന്ന് പങ്ക് കൈപ്പറ്റിയതായി സംശയിക്കുന്നു. EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ത് കാരണത്താലാണെന്ന് എല്ലാവർക്കും അറിയാം. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇന്നുവരെ ശശിയെ സമീപിച്ചിട്ടില്ലെന്നാണ് അൻവർ പറയുന്നത്. ഞാൻ പഴയ കോൺഗ്രസ്സുകാരനാണ്, EMSും മുൻപ് കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് അൻവർ നൽകിയ മറുപടി. അൻവറിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ശരിയാണെന്ന് ഞാൻ പഴയ കോൺഗ്രസ്സുകാരനല്ലേ? എൻ്റെ തർക്കം. ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? വന്നിട്ട് KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാണ് സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പം ഞാൻ പഴയ കോൺഗ്രസ്സാ. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പിന്നാലെ PV അൻവർ MLAയ്ക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടും എന്നുള്ളത് ഉറപ്പാണ്. അൻവറിനെതിരെ നിയമ നടപടിക്ക് അജിത് കുമാർ സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടുണ്ട്. താൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തണമെന്നാണ് അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സർക്കാർ സ്വന്തമായി അന്വേഷിക്കുന്നതിന് പകരം അൻവറിനെതിരെ കോടതിയെ സമീപിക്കാൻ അജിത്തിന് അനുമതി നൽകാനാണ് ആലോചന.